PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 28/12/2024 നടന്ന 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സ്റ്റേജ് 1, അതായത് ആദ്യത്തെ ഒന്നാം ഘട്ടത്തിൻ്റെ PSC പ്രൊവിഷണൽ ആൻസർ കീ ഓൾറെഡി പബ്ലിഷ് ചെയ്തിരുന്നു. അതിൻ്റെ ഫൈനൽ ആൻസർ കീ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് 134/2023, 259/2023, 446/2023, 447/2023, 587/2023, 696/2023, പിന്നെ 697/2023. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം എന്തെല്ലാം ചേഞ്ചുകളാണ് ഫൈനൽ ആൻസർ കീയിൽ വന്നേക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ആൽഫ കോഡ് എ ആണ് വായിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആൽഫ കോഡ് എ ക്വസ്റ്റ്യൻ ബുക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ആൾക്കാരുടെ ആൻസറിൽ വന്നേക്കണ ചേഞ്ച് ആദ്യം നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ മുതൽ ചേഞ്ചുകൾ ഇല്ല. 1, 2, 3 ഇതെല്ലാം പഴയ പ്രൊവിഷണലിലെ അതേ ആൻസർ തന്നെയാണ്. ഞാൻ ഈ ആൻസേഴ്സ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ചേഞ്ച് ഒന്നും വന്നിട്ടില്ല എന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാം. പ്രൊവിഷണൽ ആൻസർ കീയിൽ ആ സെയിം ആൻസേഴ്സ് തന്നെയാണ് ഈ ഫൈനൽ ആൻസർ കീയിലും വന്നിരിക്കുന്നത്. അങ്ങനെ ഇതിലാകെ ഒരു ചേഞ്ച് എന്ന് പറയാനായിട്ട് 98ാമത്തെ ക്വസ്റ്റ്യൻ മാത്സിലത്തെ, അതായത് മെൻ്റൽ എബിലിറ്റി, തന്നിരിക്കുന്ന ജോഡികളിൽ ഒരു ജോഡി മാത്രം മറ്റ് 3 ജോഡികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ ജോഡി ഏത് എന്നുള്ള ചോദ്യം മാത്രം ഡെലീറ്റഡ് ആക്കിയിട്ടുണ്ട്. ബാക്കി ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത കാരണം 99-ലായിരിക്കും ഇതിൻ്റെ മൂല്യനിർണ്ണയം നടക്കുക. ഇനി ആൽഫ കോഡ് ബി എഴുതിയവർക്കാണെങ്കിൽ ഈ ചേഞ്ച് എന്ന് പറയണത് 83ാമത്തെ ചോദ്യത്തിനാണ് വന്നിരിക്കുന്നത്. 83ാമത്തെ. ഇനി ആൽഫ കോഡ് സിക്കാർക്ക് ഈ ചേഞ്ച് വന്നിരിക്കണത്, ആൽഫ കോഡ് സിക്കാർക്ക് ഈ ചേഞ്ച് വന്നിരിക്കണത് 93ാമത്തെ ചോദ്യത്തിനും, ആൽഫ കോഡ് ഡി ഉള്ളവർക്ക് ഈ ചേഞ്ച് വന്നിരിക്കണത് 88ാമത്തെ ചോദ്യമാണ് ഡിലീറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഒരൊറ്റ ചോദ്യം, വേറെ ആൻസേഴ്സ് ഒന്നും ചേഞ്ച് വന്നിട്ടില്ല. ആകെ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഡിലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂല്യനിർണ്ണയം 99-ലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ സ്കോറിലൊന്നും വലിയ ചേഞ്ച് ആർക്കും വരാൻ സാധ്യതയില്ല. കാരണം ഈ ഒറ്റ ചോദ്യത്തിനല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള വളരെ ചെറിയൊരു ചേഞ്ച് മാത്രമേ നിങ്ങളുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള നിങ്ങൾ കണ്ടുവച്ചിട്ടുള്ള മാർക്കിൽ വരുന്നുള്ളൂ. എന്തായാലും നിങ്ങളുടെ പുതിയ മാർക്ക് കഴിയുമെങ്കിൽ അത് കമൻസിലിടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.